ഇത് മറ്റൊരു വീഡിയോ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഇത് മഞ്ചേരിയിൽ നിന്നും വന്നൊരു സാധനമാണ്. ഇത് കണ്ടപ്പോൾ ഉള്ളൊന്ന് കാളി എന്ന് മാത്രമല്ല, അപ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ സാധനം റിപ്പോർട്ട് എഴുതി നമ്മളെ ഹോം മിനിസ്റ്റർക്ക് അയച്ചു. നമുക്ക് ഇതിനകത്ത് എന്താ പറയാനുള്ളത് എന്നുള്ളത്. ഇതാണ് നമ്മൾ ചെയ്യുന്ന പണി കേട്ടോ. നിങ്ങൾ നമ്മളെ പിന്നാലെ കുടുംബം സൂക്ഷിക്കുക, നമ്മുടെ പിന്നാലെ പല ആളുകളുണ്ട് എന്നുള്ളതൊന്ന് സൂക്ഷിക്കണം നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഞാനിവിടെ ഒന്ന് പറയാം. ആദ്യം ഈ വീഡിയോ ഒന്ന് കാണാം, എന്താണെന്നുള്ളത് ബാക്കി അത് കഴിഞ്ഞിട്ട് പറയാം. ചരിത്രത്തിൽ ആദ്യമായി മഞ്ചേരിയിൽ അതിഥി തൊഴിലാളികൾ ഒരു പൊതുപരിപാടി സംഘടിപ്പിച്ചു. കുത്തുകൽ റോഡിൽ അതിഥി തൊഴിലാളി കോളനിയിലാണ് മതപ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ച് കൽക്കട്ട സ്വദേശികൾ കുടുംബമായി ഒത്തുകൂടിയത്. എല്ലാ നന്മരി കൽക്കട്ട എല്ലാ കുട്ടിക്ക് എങ്ങനെ നന്മരി ജോൽസ റെഡിയാക്കി പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ കേരളക്ക് നല്ല സപ്പോർട്ട് ഉണ്ടോ? കേരളക്ക് സപ്പോർട്ട് ഉണ്ടോ? പിന്നെ നന്മരി നല്ലാക്കി സെറ്റാക്കി. പിന്നെ മഞ്ചരിക്ക് പിന്നെ താന പെർമിഷൻ നല്ലായി. പിന്നെ അവിടെ തന്നെ ലൈറ്റ് വേറെ ഒരു കാക്ക ഉണ്ട്. ഈ കാക്കി നല്ല ഹെൽപ്പിംഗ് ഉണ്ടോ? പിന്നെ ഇൻഷല്ല നന്മരി ഈ വർഷം എങ്ങനെ റെഡിയാക്കി അടുത്ത വർഷംക്ക് നല്ല റെഡിയാണ്. കേരള നല്ല സെറ്റാക്കി നന്മരിക്ക് സപ്പോർട്ട് ആക്കണം. നന്മരി അടുത്ത വർഷംക്ക് നല്ല ഉഷാറാക്കി റെഡിയാക്കണം. ഈ വർഷം എനിക്ക് എത്ര ടൈം ഇല്ല, 10 ദിവസത്തിലെ ഈ പ്രോഗ്രാം റെഡിയാക്കി. എത്ര സപ്പോർട്ട് ഇല്ല, ടൈം ഇല്ല. പിന്നെ വേറെ രാജ്യത്തിലെ എങ്ങനെ ഇല്ല. ഈ കേരളക്ക് ഫുൾ സൗദി അറേബ്യ സിസ്റ്റം. കേരളക്ക് നന്മരിക്ക് നല്ല ഉഷാറാൾ. എങ്ങനെ നന്മരി വേറെ ഡിസ്ട്രിക്റ്റിലെ പോയിട്ട് കേരളത്തിലെ എത്ര ഉഷാറാൾ. പിന്നെ നന്മരി ഈ ആൾക്ക് ഫുൾ ആൾക്ക് കേരള ആൾക്ക് സപ്പോർട്ടില് അങ്ങനെ പ്രോഗ്രാം റെഡിയാക്കി. 300-ൽ പരം അതിഥി തൊഴിലാളികൾ പങ്കെടുത്തു. ഇനിയും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് സംഘാടകരുടെ തീരുമാനം. കുത്തുകൽ റോഡിൽ നിന്നും 93 കേരള. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഈ ഭാഷ അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയില്ലെങ്കിലും നിങ്ങളത് ശ്രമിക്കാതിരിക്കുന്നൊരവസ്ഥ ഉണ്ട്. അത് പാടില്ല. നിങ്ങൾക്ക് അറിയുന്ന ഭാഷ അത് ഉള്ളത് വെച്ച് നിങ്ങൾ സംസാരിച്ച് ശീലിച്ച് അത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് നമ്മളെപ്പോഴും പറയാറുണ്ട്. ഇവിടെ നമ്മൾ കണ്ടതാണ്. മൂപ്പർക്ക് മലയാളം ഒന്നും അറിയാം, പക്ഷേ ആ ഒരു കോൺഫിഡൻസ് കണ്ടോ, അത് TV ചാനലിന് മുന്നേ വന്നെന്ന് പറയാനുള്ള ഇത് നമ്മൾ കണ്ടുപിടിക്കണം എന്നാണ് ഇതിലെനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് ആ കൂടി ഇതിനകത്ത് നിന്ന് എടുക്കാൻ തോന്നിയൊരു സാധനം അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഡേഞ്ചറാണ്. ഇത് മാത്രമായിട്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ എടുത്തോളോ, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ സാധനം അതങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത്, ഇത് അടിമുടി പ്രശ്നമുള്ളൊരു സംഭവമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇത് കൊൽക്കത്ത എന്ന് പറയുന്നത് ബംഗ്ലാദേശിലുള്ളത് എന്താണെന്ന് നമുക്കറിയാം. തീവ്രമായ ഇസ്ലാം അതിൻ്റെ കുറേ സാധനങ്ങൾ ഓടുന്ന ഒരു സ്ഥലമാണ് ഈ കൊൽക്കത്ത. അതുപോലെ നമ്മളുടെ ബംഗാളി എന്നുള്ള ഈ സാധനങ്ങൾ എന്ന് പറയാം. കാരണം ഇത് ഞാൻ മുന്നേ ഇവിടെ നമ്മളുടെ ചാനലിൽ വന്നിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, ആസാദ് നൂർ എന്ന് പറയുന്ന ചങ്ങാതി. ആസാദ് നൂർ ബംഗ്ലാദേശിയായ എക്സ് മുസ്ലിമാണ്. അവിടെ മതവിമർശനമൊക്കെ നടത്തിയെന്നതിൻ്റെ പേരിൽ അവിടുന്ന് വധഭീഷണിയൊക്കെ നേരിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ ജീവിച്ചിരുന്നത് ഡൽഹിയിലും കൊൽക്കത്തയിലും കൂടിയായിരുന്നു. അങ്ങനെ ഡൽഹിയിൽ എത്തുന്നതിന് മുന്നേ കൊൽക്കത്തയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് പുള്ളിയെ അവിടുത്തെ ടാക്സി ബുക്ക് ചെയ്ത് യാത്ര അവസാനിപ്പിച്ച് പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ ആസാദ് നൂർ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കൊൽക്കത്തക്കാരനായ ഇന്ത്യക്കാരനായ ചങ്ങാതി പുള്ളി ആക്രമിക്കുകയും പുള്ളി ഹോസ്പിറ്റലാവുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ബംഗ്ലാദേശിയായിട്ടുള്ള ആളെ എന്തിനാണ് കൊൽക്കത്തക്കാരനായിട്ടുള്ള ആൾ ഇത് ആക്രമിക്കുന്നത്, അതൊരു മുസ്ലിം, അത് എന്താ അതിൻ്റെ കാരണം? എവറി മുസ്ലിം ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് നമ്മൾ പറയുന്നത് അവിടെ നമ്മൾ കണ്ടു. അപ്പോൾ എന്താ ഉണ്ടായത്? ഒരു ഊബർ ഡ്രൈവർ പോലെ ഒരു ഡ്രൈവർ ആണ് ഈ ആസാദ് നൂറിനെ തിരിച്ചറിഞ്ഞിട്ട് ആക്രമിച്ചത്. അന്ന് നമ്മൾ ആളെ കോൺടാക്ട് ചെയ്യും, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും, സുരക്ഷിതമാക്കാനുള്ള വഴികളൊക്കെ നമ്മളെ കൊണ്ടാവണം ചെയ്തു. ആളിപ്പോൾ ഇവിടെ ഇല്ല. ആൾ പിന്നീട് കാനഡയിലേക്ക് പോയി. ഇപ്പോൾ അവിടെ വളരെ സുഖകരവും സന്തോഷകരവുമായി ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്താ, എങ്ങനെയാണ് ഈ പറയുന്ന ബംഗ്ലാദേശിയായിട്ടുള്ള ഈ ആസാദ് നൂറിനെ കുറിച്ചുള്ള വിവരം കൊൽക്കത്തയിൽ അറിഞ്ഞത്? അത്രമാത്രം ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു സാധനമാണ്. അതായത് 2 സ്ഥലത്ത് സംസാരിക്കുന്നത് ഈ ബംഗ്ല ആണ്, ഭാഷ അതാണ്. ഹിന്ദി അല്ല, ഉറുദു അല്ല, മറ്റൊന്നുമല്ല, ഈ പറയുന്ന ബംഗ്ല. ഈ ബംഗ്ല ഭാഷ സംസാരിച്ചിട്ട് അവിടെ സംസാരിക്കുന്ന സാധനങ്ങൾ ബംഗ്ലാദേശിൽ പറഞ്ഞാലും അത് കൊൽക്കത്തയിൽ പറഞ്ഞാലും അത് വളരെയധികം അവിടെ പോപ്പുലർ ആവുകയാണ്. അപ്പോൾ അപ്പുറത്ത് പറഞ്ഞ് ഇപ്പുറത്ത് വളരെ എളുപ്പമെത്തുന്നു. അപ്പോൾ വളരെ റാഡിക്കലായിട്ടുള്ള ഇസ്ലാമിക് സ്പീച്ചസ് നടത്തുന്ന ഇസ്ലാമിക് പ്രീച്ചേഴ്സ് അവിടെ ഉണ്ട്. അവരുടെ അനുയായികളായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന ഈ കൊൽക്കത്തയിലും ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ അന്തർധാര വളരെയധികം സജീവമാണ്. അങ്ങനെ ഈ പറയുന്ന സാധനം ആസാദ് നൂർ അവിടുന്ന് രക്ഷപ്പെട്ടു എന്നുള്ള ഒരു വിവരം അത് ഈ പറയുന്ന കൊൽക്കത്തയിലേക്ക് എത്തുകയും കൊൽക്കത്തയിലുള്ള ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അവർ കുത്തുബ നടത്തുമ്പോഴും ഇതുപോലുള്ള മതപ്രഭാഷണങ്ങൾ നടത്തുമ്പോഴും
ഈ നബി നിന്ദകരെക്കുറിച്ച്, ഇസ്ലാം മത വിമർശകരെക്കുറിച്ച്, എക്സ് മുസ്ലിങ്ങളെക്കുറിച്ച് വലിയ തോതിൽ പ്രസംഗിക്കുന്നു ബംഗ്ലയിൽ. നമ്മുടെ മലയാളത്തിൽ എങ്ങനെയാണോ നമ്മൾ ഉണ്ണാക്കം ബാസിയൊക്കെ ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് അവരും ചെയ്യുന്നത്. കുറച്ചും കൂടി രൂക്ഷമാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ വിവരം കൊൽക്കത്തയിൽ സ്പ്രെഡ് ആവുന്നു. അങ്ങനെയാണ് അവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ അതെത്തുന്നത്. അപ്പോൾ ഈ എത്തുന്ന സാധനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഈ SDP എന്ന് പറയുന്ന പാർട്ടിയും അവരുടെ ആക്ടിവിറ്റീസും കേരളത്തിൽ വളരെ സജീവമാണെന്ന് നിങ്ങൾക്കറിയാം. അതിനേക്കാൾ കൂടുതൽ സജീവമായിട്ടുള്ള സ്ഥലമാണ് ഈ നമ്മളെ തമിഴ്നാട്, കർണാടക, പിന്നെ അത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ നമ്മളുടെ കൊൽക്കത്തയിലും ഈ പറയുന്ന സുഡാപ്പികൾ വളരെയധികം സജീവമാണ്. ആ ടീം തന്നെയാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ, ഈ സെക്യൂരിറ്റി ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആളുകളും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കേണ്ട ഒരു സംഭവമാണ്. റാഡിക്കലായിട്ടുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസ്, ഇതിനകത്ത് നുഴഞ്ഞു കയറ്റം, പ്രത്യേകിച്ച് ഭാഷ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടും ബംഗ്ലയിലായതുകൊണ്ടും ഈ തരം ആളുകൾ ഇവിടെ വന്നാൽ ഇത് പ്രശ്നമാവും, നാട്ടിൽ കുഴപ്പമുണ്ടാക്കും. ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. ഇതിൻ്റെ കാരണം ഇവർ പ്രസംഗിക്കുന്ന പല സാധനങ്ങളും വളരെ തീവ്രമായി, നമുക്കറിയാലോ ഓണം ആഘോഷിക്കരുത് എന്ന് പറയുന്നത് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടല്ലേ നമുക്ക് മനസ്സിലാവുന്നത് അതൊരു തീവ്രവാദമാണെന്ന്. ഇത് ഓണം ആഘോഷിക്കരുതെന്ന് ബംഗ്ലാ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ മനസ്സിലാവുക? മലയാളികളായിട്ടുള്ള ആളുകൾ, കുറേ ഇവിടുത്തെ മുസ്ലിങ്ങൾ പോലും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വളരെ ഇങ്ങനെ ചെയ്യുന്നു, ഡാൻസ് കളിക്കുന്ന മുസ്ലിങ്ങൾ, അതൊന്നും ശരിയല്ല എന്ന് പറയുന്നൊരവസ്ഥ ഇവിടെ ഉണ്ടായാൽ ഇതെങ്ങനെ നിങ്ങൾ തിരിച്ചറിയുക? ആ മുസ്ലിങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നൊരവസ്ഥയായിട്ട് മാറ്റിയാൽ എങ്ങനെ നിങ്ങൾ തിരിച്ചറിയാം? ഇത് സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല, ഇതിനുള്ള മാതൃകകൾ, മുൻ മാതൃകകൾ നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. നിങ്ങൾ ഒരു പഞ്ചായത്ത് കാണിച്ചു തരുമെന്ന് പറഞ്ഞ മാതിരി ഈ സാധനം നടന്നാലുണ്ടാകുന്ന പ്രശ്നം നടന്നതിൻ്റെ മാതൃകകൾ ലോകത്തുണ്ട്. അതിനൊരു ചെറിയൊരു ഉദാഹരണം നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബംഗ്ലാദേശിലുള്ള പ്രീച്ചേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഇന്ത്യയിലുണ്ട് എന്ന് പറഞ്ഞ മാതിരി തന്നെ, വെസ്റ്റ് ബംഗാളിലുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലുള്ള പ്രീച്ചേഴ്സിന് വെസ്റ്റ് ബംഗാളിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ചങ്ങാതിയാണ് നമ്മുടെ ജാക്കിർ നായിക്. ആ ജാക്കിർ നായിക് ധാക്ക ബ്ലാസ്റ്റ് ഉണ്ടായപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞത് ഈ പറയുന്ന ചങ്ങാതിയുടെ പ്രസംഗങ്ങളായിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടായത് എന്നാണ് പറഞ്ഞത്. നമ്മുടെ എലത്തൂർ ട്രെയിൻ കത്തിച്ച കേസിൽ ആ ചങ്ങാതിയും പറഞ്ഞത് എന്താണ്, ഞാൻ കത്തിക്കാൻ കാരണം ഈ ജാക്കിർ നായിക് പറഞ്ഞിട്ടാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാം കൂടി കൊണ്ട് മൂപ്പരൊരു നല്ല ഒന്നാന്തരം ജിഹാദിക്ക് കൂട്ടിക്കൊടുപ്പ് നടക്കുന്ന ഒരു ജിഹാദി വളം തന്നെയാണ്. മൂപ്പരാണ് ഇതിൻ്റെ മെയിൻ പുള്ളി എന്ന് നമ്മളന്ന് പറഞ്ഞാണ്. ഈ ജിഹാദി ആയിട്ടുള്ള ഈ ജാക്കിർ നായിക് എന്താ പണ്ട് പറഞ്ഞത്? ഇതാണ് പറയുന്നത്, ഇന്ത്യൻ മുസ്ലിം ഷുഡ് ഫോം എക്സ്ക്ലൂസീവ് പാർട്ടി, കൺസിഡർ മൂവിങ് ടു കേരള. ഇത് പറഞ്ഞത് എന്നാണ് 2020 പറഞ്ഞ കാര്യമാണ്. അതായത് നിങ്ങൾ ഈ കേരളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മുസ്ലിങ്ങളായിട്ടുള്ള ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങളും കൂടി കേരളത്തിലേക്ക് പോകണം, ഇതാണ് പറയുന്നത്. നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് എത്രത്തോളമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇനി ആ ഒരു കൂട്ടത്തിലേക്ക് ഈ പറയുന്ന ഈ കർണാടകയിൽ നിന്നും അല്ലെങ്കിൽ ഈ കൊൽക്കത്തയിൽ നിന്നും ബീഹാറിൽ നിന്നും അവിടെ നിന്നൊക്കെ വരുന്ന ഇതുപോലുള്ള മുസ്ലിങ്ങൾ അവരും കൂടി ഇവിടെ വന്ന് ഇവിടുത്തെ വോട്ട് ചെയ്യുന്ന ആളുകളും കൂടിയായിട്ട് മാറുന്നൊരവസ്ഥ ഉണ്ടായെന്ന് തന്നെ വിചാരിക്കാം. എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരിക്കും. അതാണ് സംഭവിക്കുക. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വളരെ കുഴപ്പം പിടിച്ചാണ്. അങ്ങനെ ചെയ്യണമെന്നും കൂടിയാണ് ജാക്കിർ നായിക്കിനെ പോലുള്ള ആളുകൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സോ ദിസ് ഈസ് എ വാർണിംഗ്. ഇത് ചെറിയ കാര്യമില്ല. ഇനി ജാക്കിർ നായിക്ക് അങ്ങ് പോകണമെന്നല്ല പറഞ്ഞത്, കൃത്യമായ വാക്ക് പോലും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ മുസ്ലിംസ് ടു ഡു ഹിജറ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഹിജറ എന്നുള്ള വാക്കൊന്നും ഇവർ പബ്ലിഷ് ചെയ്യില്ല. ഇത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ എൻ്റെ നടത്തുന്ന ഓർഗനൈസർ തന്നെ വേണം. അവരാണത് വാക്ക് പറഞ്ഞത്. ഈ പ്രസംഗം നിങ്ങൾ കേട്ടറിയാം. അതിനകത്ത് ജാക്കിർ നായിക്ക് ഉപയോഗിക്കുന്ന വാക്ക് തന്നെ ഹിജറ പോകണം എന്നാണ്. അപ്പോൾ നിങ്ങൾ പറയാറുണ്ടല്ലോ പാകിസ്ഥാനിലേക്ക് പോടാ എന്ന് പറയുന്ന സാധനം. പാകിസ്ഥാനിലേക്ക് പോടാ എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു ആശയം തന്നെയാണ്. അതായത് ഹിജറ പോവുക. ഇന്ത്യയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഹിജറ പോവുക. അപ്പോൾ ജാക്കിർ നായിക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞു കൊടുത്തു. കാരണം പാകിസ്ഥാനിലേക്ക് പോലെ എളുപ്പമല്ല, അവിടെ പോയി ചാവും. പക്ഷേ ചാവാതെ ജീവിക്കണമല്ലോ, അതിന് നിങ്ങൾ എങ്ങോട്ട് പോകണം? ഈ കേരളത്തിലേക്ക് പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എല്ലാ കണ്ണന്തിരിവും കാണിച്ച് മുഴുവൻ കുഴപ്പമുണ്ടാക്കിയിട്ട് അവിടെ ജീവിക്കാൻ പറ്റാണ്ടാകുമ്പോൾ മൂട്ടിൽ പടകിട്ടാണ് അവിടുത്തെ സംഖ്യകളുടെ കയ്യിൽ നിന്ന്. അപ്പോൾ പിന്നെ നിങ്ങൾ എവിടെ പോയിട്ട് ജീവിക്കണം? നിങ്ങൾ ഇനി കേരളത്തിൽ പോകണം. എന്നിട്ട് കേരളത്തിൽ പോയിട്ട് എന്താ ചെയ്യണം? ഇതാണ് ഇപ്പോൾ ചെയ്യണം. അതാണ് ഇപ്പോൾ നമ്മൾ മഞ്ചേരി കണ്ടത്. ഇതാണ് പരിപാടി. ഇനി ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന തീവ്രമായ ഇസ്ലാമിക ആശയങ്ങൾ നടത്തി അവർ ഈ പറയുന്ന ആളുകൾ മുഴുവൻ പോളറൈസ് ചെയ്ത് ഈ പറയുന്ന കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി സമൂഹത്തിൽ ഒരു കുഴപ്പമുണ്ടാക്കുന്ന ആളുകളായിട്ട് മാറും. എന്ത് സംഭവിക്കും? നമ്മൾ പിന്നീട് കാണാൻ പോകുന്നത് ഈ യൂറോപ്പിൽ സംഭവിച്ച കാര്യമാണ്. യൂറോപ്പിൽ 2000-ന് ശേഷം നമ്മൾ കണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന റെഫ്യൂജി ക്രൈസിസ് എന്ന് പറയുന്ന ഒരു സംഭവം. അഭയാർത്ഥികളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും യൂറോപ്പിലേക്ക് സംഭവിച്ചത്. അന്ന് ഐ വെൽക്കം റെഫ്യൂജികൾക്ക് വേണ്ടി നിലനിൽക്കുക എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു മോറൽ സ്റ്റാൻഡേർഡായിട്ട് അവർ വെച്ച് ഈ ഒരു സാധനത്തിന് വേണ്ടി നിലകൊണ്ട ആളുകൾ. ഇന്ന് അവർ ഫേസ് ചെയ്യുന്ന എന്താ സാധനം? ഇന്ന് അവരുടെ ഒരു ആഘോഷം നടക്കുമ്പോൾ ക്രിസ്മസ് ഒരു മാർക്കറ്റ് അവർക്ക് ഒരുക്കണം എന്നുണ്ടെങ്കിൽ അതിനാദ്യം അവർ കൊണ്ടുവെക്കുന്ന സാധനം ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പ്രതിമയല്ല. അവർ കൊണ്ടുവെക്കുന്നത് ഈ സാധനമാണ്. ഇതെന്താ സാധനം? ആൻറ്റി ടെറർ ബോളഡ് എന്ന് പറയുന്ന സാധനം. അതും ഇപ്പോൾ മുകളിലേക്കും കൂടി ഉള്ളതാണ് വെക്കുന്നത്. ട്രക്ക് അടിച്ച് കയറ്റുന്നു, ഹെലികോപ്റ്റർ കൊണ്ടുവരുന്നു, ഇനി എന്തൊക്കെ കാണാൻ കിടക്കണമെന്ന് നമ്മൾ കണ്ടറിയാം.
അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നു എന്നാണ് നിങ്ങളെല്ലാവരും പറയുന്നത്. ഇവിടെ ഈ പറയുന്ന സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമായത് എന്താണ്? ഈ പറയുന്ന ക്രിസ്മസ് മാർക്കറ്റിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റിയ ആളുകളെ കൊല്ലുന്നു, അവിടേക്ക് പോയി വെടിവെക്കുന്നു. ഇതല്ലേ നിങ്ങൾ ചെയ്തത്? ഈ ഇസ്ലാമിസ്റ്റുകൾ കാക്കമാർ ചെയ്ത പണിയാണ് ഈ പറയണത്. ഇപ്പോൾ തന്നെ ഇത് പല സ്ഥലങ്ങളിലും ഓൾറെഡി അതിൻ്റെ വാർത്തകൾ വന്നു തുടങ്ങി. യൂറോപ്പിൽ പല സ്ഥലങ്ങളിൽ, ഇതിപ്പോൾ യു കെയിലാണ് ഈ കാണുന്നത്, ജർമ്മനിയിൽ ഇതാണ് നടക്കുന്നത്, ബെൽജിയത്തിൽ ഇതാണ് നടക്കുന്നത്, ഫ്രാൻസിൽ ഇതാണ് നടക്കുന്നത്, സ്പെയിനിൽ, ഇറ്റലിയിൽ. സ്പെയിനിലൊക്കെ കഴിഞ്ഞ ദിവസം വലിയ കച്ചറയായിരുന്നു. അവിടുത്തെ ചില പ്രതിമകളുടെ മുന്നേ വന്ന് നിന്ന് ഈ മാർക്കറ്റിൻ്റെ ഇപ്പുറത്ത് വന്ന് വലിയ മ്യൂസിക് വെച്ചിട്ട് അവിടെ കിടന്ന് തുള്ളിച്ചാടുക, അല്ലാഹു അക്ബർ വിളിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിക്കുക, ക്രിസ്മസ് മാർക്കറ്റുകൾ ഡിസ്റപ്റ്റ് ചെയ്യുക. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഓണം ചന്തകൾ നടക്കുന്നു, ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടേക്കും വണ്ടി ഇടിച്ച് കയറ്റുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അതിന് കുറ്റം പറയാൻ ഇതുപോലെയുള്ള ഈ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള കാക്കമാരെ ഇതുപോലെ നമുക്ക് എണ്ണി എടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അന്ന് നിങ്ങൾ പറയരുത് നമ്മളിത് പറഞ്ഞില്ല, നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നില്ല എന്നുള്ളത് പറഞ്ഞേക്കരുത്. കാരണം ഇതാണ് ലോക മാതൃക. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവമല്ല, യൂറോപ്പിൽ മൊത്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവിടേക്ക് വന്നു കയറുന്ന ലീഗൽ ഇല്ലീഗൽ ഏതും ആയിക്കോട്ടെ, വന്നു കയറുന്ന കാക്കമാർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇത് കേരളത്തിൽ സംഭവിക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. ഇത് തടയണമെന്നുണ്ടെങ്കിൽ ഈ മതപ്രഭാഷണത്തിനെ നമ്മൾ തടഞ്ഞേ പറ്റൂ. ഇത് തടഞ്ഞ ഒരു രാജ്യമുണ്ട്. ഇതുപോലുള്ള തീവ്രമായ സാധനങ്ങൾ പറയുന്ന ആളുകളെ മോണിറ്റർ ചെയ്ത് അവരെ പറഞ്ഞു വിട്ടിട്ടുള്ള രാജ്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ ഒന്നാമത്തെ രാജ്യം ആരാണ്? അത് നമ്മുടെ ഇറ്റലി തന്നെയാണ്. അതുപോലെ ഫ്രാൻസാണ്. ഇതുപോലുള്ള പല രാജ്യങ്ങളും ഇന്ന സാധനങ്ങൾ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവരെ ഡീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നമുക്കത് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? ഇവർ സംസാരിക്കുന്ന ഭാഷ നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കേരള പോലീസിൽ ഇനി ബംഗാളി ഭാഷ അറിയുന്ന ആളുകളെയും കൂടി ഉൾപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ നാട് കുട്ടിച്ചോറാവും. നമ്മുടെ ഓണച്ചന്തകളിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റപ്പെടും. നമ്മളുടെ ക്രിസ്മസ് ചന്തകളിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റപ്പെടും. വിഷു ചന്തയിൽ വിൽക്കപ്പെടുന്ന പടക്കങ്ങൾ ചിലപ്പോൾ പടക്കമായിരിക്കില്ല, അവിടെ ചിലപ്പോൾ ബോംബായിരിക്കും വിൽക്കുന്നത്. കത്തിച്ചതേ ഓർമ്മയുണ്ടാവുള്ളൂ. ആ വീടും പടക്കവും എല്ലാം കൂടി ഒരു വഴിക്ക് അങ്ങ് പോകും. അതാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടം എത്തിയിരിക്കുന്നു എന്നുള്ളത് ഒന്ന് വാൺ ചെയ്യാണ്. ഇത് ചെറിയ കാര്യമല്ല. നമ്മൾക്ക് എപ്പോഴും പറയാനുള്ളത് കേരളം ഇതിൻ്റെ ഈ കഴുത്തിനൊപ്പം നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതല്ല, ഇതിപ്പോൾ ഇത് എവിടം വരെയായി. ദിസ് ഈസ് സംതിങ് വെരി സീരിയസ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഒരു വീഡിയോ, യൂറോപ്പിൽ നടക്കുന്നതിൻ്റെ ഒരു വീഡിയോ, അത് ഒന്ന് നമുക്ക് കാണാം. ഇത് ജർമ്മനിയിൽ നിന്നാണ്. Alright, so in this video right here, you can see a German Christmas market. And yeah, those barricades, those barriers you see right there, they are made so that cars are not driving into the Christmas markets. Because in the last 5 years in Germany, there were more than 50 terror attacks where radical people who hate our religion, who hate our cultures, who hate us, just drove into the Christmas markets to kill Christians. And I just mean, in what kind of dystopian world are we living in? That shit like this is being normalized and that Christmas markets need to be saved like some fucking Guantanamo Bay or something. I just mean, picture that insanity for a second and think about if that's the world you want to live in. ഇനി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ജർമ്മനിയിലുള്ള അവസ്ഥയാണ് കണ്ടത്. നേരത്തെ കണ്ടത് എവിടെയുള്ളതാണ്? അത് നമ്മൾ കണ്ടത് നമ്മളുടെ UK എന്നാണ്. ഇതാണ് സംഭവിക്കുന്നത്. ഈ ആൻറ്റി ടെറർ ബോളഡ് എന്ന് പറയുമ്പോൾ അതിന് അവർ ശരിക്കിട്ടിരിക്കുന്ന മറ്റൊരു പേരുണ്ട്, ആൻറ്റി ജിഹാദ് ബോളഡ് എന്നും കൂടിയാണ് കേട്ടോ ഇട്ടിരിക്കുന്ന പേര്. എന്നുവെച്ചാൽ ഇത് ക്രിസ്ത്യൻ ടെറർ അല്ല, ഇത് ഹിന്ദു ടെറർ അല്ല, ഇത് ജൂത ടെറർ അല്ല, ഇസ്ലാമിക് ടെറർ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. വെറുതെ ടെറർ എന്നൊക്കെ പറയും, എല്ലാ ടെററും ആ ടെററും ഈ ടെററൊക്കെ ഒന്നാണ്. ആ മാതിരി പരിപാടിയൊന്നും നടക്കില്ല. ഇത് കറക്റ്റായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്. ഇത് ജിഹാദികൾക്കെതിരെയുള്ള സാധനമാണ്, ഇസ്ലാമിക് ടെററിസം എന്ന് തന്നെയാണ് അവരോട് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിലും വരും. അപ്പോൾ ദിസ് ഈസ് സംതിങ് ക്രൂഷ്യൽ, പറയാതെ നിവൃത്തിയില്ല. ഇത് കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി, ഉള്ള കാര്യം പറയാലോ. കാരണം ഇത് വളരെ ഇതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ബംഗ്ലാദേശ് കൊൽക്കത്തയുടെ കാര്യമാണ് പറഞ്ഞത്. ഇതേ അവസ്ഥയാണ് നമ്മൾ ഇപ്പുറത്ത് നിൽക്കുന്നത്. നമ്മളെ കാശ്മീർ, പാകിസ്ഥാൻ, അതുപോലെ ആ ഒരു ഏരിയയിൽ നടക്കുന്നത് ഇതേ സാധനം തന്നെയാണ്. അത് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യും, UP വരെ എത്തും. കാരണം ഉറുദു ഭാഷയാണ് അവിടെ കൂടുതൽ ഉപയോഗിക്കുക. കാരണം പാകിസ്ഥാനിലുള്ള ആളുകളുടെ പേര് പറഞ്ഞു, താരിഖ് ജമീൽ, അങ്ങനെയൊക്കെ കുറച്ച് പേരിലുള്ള വളരെ റാഡിക്കലായിട്ട് സംസാരിക്കുന്ന പാകിസ്ഥാനികളായിട്ടുള്ള ഇന്നും അവിടെ വിലസുന്ന ചില ഇസ്ലാമിക പ്രഭാഷകരുണ്ട്. അവരുടെ പലരുടെയും യൂട്യൂബ് ചാനലും സാധനമൊക്കെ ഇന്ത്യയിൽ ബാൻഡാണ്. അപ്പോൾ അവർ നടത്തുന്ന ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഇത്തരം സ്പീച്ചസ് ഈ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇന്നും പ്രചരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പിടിക്കപ്പെട്ടുള്ള പല ISIS കണക്ഷനുള്ള ആളുകളെ പിടിച്ചപ്പോഴും അവരുടെ കൺഫെഷനിൽ നിങ്ങൾക്ക് കാണാം അവർ ലിസൺ ചെയ്തത് ഈ പാകിസ്ഥാനിൽ നിന്നുള്ള
റാഡിക്കലൈസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രഭാഷകരുടെ പ്രസംഗമാണ് അവർ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ പേഴ്സണൽ ചാനലേ ഇന്ത്യക്ക് ബാൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഈ ആളുകളെ ഈ വീഡിയോസ് അത് മറ്റ് വഴികളിൽ വരുന്നുണ്ട്. ഇപ്പോൾ റെഡിറ്റിൽ വരുന്നുണ്ട്, അതുപോലെ ഡിസ്കോഡിൽ കിട്ടുന്നു, പിന്നെ ടെലഗ്രാമിൽ കിട്ടുന്നു, അതുപോലെ മറ്റു പല സ്ഥലത്തുണ്ട്. ഇതൊന്നും ബാൻഡല്ല, ഇതൊക്കെ ഇപ്പോഴും അവൈലബിൾ ആയിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെയാണ് ഇവിടെ ഇന്ത്യ ഇങ്ങനെ ഒരു ജിഹാദി ടൈം ബോംബായിട്ട് ഇങ്ങനെ നിലനിർത്തുന്നതിനുള്ള ഘടകം. ഇതൊക്കെ ബാൻ ചെയ്യേണ്ടി വരും. അപ്പം എന്താ സംഭവിക്കുക? ഈ ആപ്പ് മുഴുവൻ ഇവർ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ബ്ലാങ്കറ്റ് ബാനിങ്ങിലേക്കാണ് ഇത് പോവുക. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഈ തീവ്രവാദത്തെ പിടിച്ചു കെട്ടാനുള്ള അവസ്ഥ നിങ്ങൾ ആലോചിക്കുക. ആളുകൾ ഇതൊക്കെ കേട്ട് നേരെ അങ്ങ് തോക്കെടുത്ത് ഇറങ്ങുന്ന അവസ്ഥയാണ്. ഇതൊക്കെ ചെയ്യണതിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. അതാണ് ഈ കാണുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹൂറികളെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണല്ലോ നമ്മൾ പറയുന്നത്. നരകഭയം ഒരു വശത്ത്, പക്ഷേ ഇവർ കൊടുക്കുന്നത്, ഞാൻ സാന്ദർഭികമായിട്ട് ഈ ചിത്രം കണ്ടപ്പോൾ എടുത്തുന്നേ ഉള്ളൂ. ഇവർ പറയാറുണ്ടല്ലോ, എന്താണ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അതായത് ഒരു ചിത്രം ആരെങ്കിലും ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന്. ഈ സാധനമാണത്. അതായത് ഈ സ്ത്രീകൾ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. ഏതൊരു അൻസാരി സുഹരി, നമ്മളെ മറ്റേ ലോട്ടറി വെക്കുന്ന ഉസ്താദ്, മൂപ്പര് പറയുന്ന ഒരു പ്രസംഗം കേട്ടാണ്. അമ്മയുടെ എന്തോ സാധനം പോയപ്പോൾ എന്തോ ഇതെല്ലാം ക്യാമറയിൽ വെച്ചു, സ്ത്രീകളെ അങ്ങനെ ചെയ്യുന്നതൊക്കെ വലിയ മോശമാണ്. ഇസ്ലാമിൽ എന്താ ചെയ്യണത്? ഇതേ ഖുറാനിലെ 78:33 വായിക്കുക. ഫുൾ ബ്രസ്റ്റഡ് വിർജിൻസ് നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. കേട്ടാണല്ലോ ആ സാധനം. ഇതൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചിത്രമൊക്കെ വെച്ച് ഇതേപോലെ ഒരു ബാനർ ഇങ്ങനെ ഒട്ടകത്തേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ സൈഡിൽ കാണുന്നൊരവസ്ഥ ഇത് തന്നെയാണ് ഉള്ളത്. അവിടെ ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഖുറാൻ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കിതാബിൽ മുഴുവൻ എന്താണ് സ്ത്രീകൾ ഒബ്ജക്റ്റിഫൈ ചെയ്യുക. അന്ന് ക്യാമറ ഇല്ലാത്തതുകൊണ്ട് എഴുതി വെച്ചു എന്നേ ഉള്ളൂ. ഇത്രയേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇത് തെറ്റാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഖുറാനിലെ ആ ഭാഗമൊക്കെ എടുത്തിട്ട് സെലക്ട് ഓൾ ഡിലീറ്റ്. അതിന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ പണിക്ക് നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകളെ വന്ന് വെറുതെ അളക്കാൻ നിൽക്കരുതെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും നിങ്ങൾ ഖുറാനിലുള്ള സാധനത്തിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ ഈ ചിത്രം നിങ്ങൾക്ക് ഉപകരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇതാണ് ഖുറാൻ. അപ്പോൾ ഏതായാലും ഈ ജാതി സാധനങ്ങളിലൊക്കെ ഏർപ്പെട്ട് നാട് കുട്ടിച്ചോറാക്കുന്ന അവസ്ഥ ഇന്ന് ഓരോ രാജ്യത്ത് നിങ്ങൾക്ക് കാണാം. നെതർലാൻഡ്സിൽ കാണാം, ഇറ്റലിയിൽ കാണാം, ഗ്രീസിൽ കാണാം, UK കാണാം, ജർമ്മനിയിൽ കാണാം, പാരീസിൽ ഫ്രാൻസിൽ, പിന്നെ USA, സ്വീഡൻ, ഹംഗറി, ബൾഗേറിയ, സ്പെയിൻ, ബെൽജിയം, ഡെൻമാർക്ക്, സെർബിയ, ഓസ്ട്രേലിയ, ഏത് രാജ്യം ഏതെടുത്താലും കാക്കമാർ പൊട്ടിത്തെറിക്കും. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.